ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നവിയുടെ 7ാം മാസ ചടങ്ങിനൊന്നും പോകാതെ വീട്ടിലിരിക്കുകയാണ് അനാമിക. അന്നേരം വേണു അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഈ ഫംഗ്ഷന് പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എന്തെങ്കിലും വിചാരിക്കില്ലേന്ന്. അതൊന്നും എനിക്കറിയില്ല ചാ, ഞാൻ എന്തായാലും അവളുടെ ഫംഗ്ഷന് പങ്കെടുക്കത്തില്ല. പിന്നെ ആ ചിക്കൻ ബോക്സുകാരി എങ്ങാനും വരുന്നുണ്ടെങ്കിൽ പങ്കെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അവൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയും. അപ്പോൾ രേവതി അങ്ങോട്ട് വന്ന് ഒരു ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ആ ജാനകിയാണ് ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു മോൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ്. അതിന് മോൾ പോയോ ഇല്ല. ഇനിയിപ്പം എങ്ങനെയും ആ ജാനകിയോ ഒക്കെ സൂപ്പിട്ട് അവിടെ നിന്ന് കിട്ടാവുന്നത്രയൊക്കെ സ്വത്തടിച്ച് മാറ്റാനാണ് നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ആ നന്ദു SI സെലക്ഷനൊക്കെ കിട്ടി നിൽക്കുന്ന ആളാണ്. അവൾ ഉടനെ തന്നെ ക്യാമ്പിനൊക്കെ പോവും. നമ്മളായിട്ട് കൂടുതൽ ഇടങ്ങേറൊന്നും അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. കാരണം നമ്മുടെ പേരിൽ ഒരുപാട് കേസുകളുള്ളതാണ്. അവൾ ഓരോന്നെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് മോൾ എങ്ങനെയും അവിടെ നിന്നിട്ട് അവിടുന്ന് അടിച്ചു മാറ്റാവുന്ന സ്വത്തൊക്കെ അടിച്ചു മാറ്റുക, അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടുത്തെ ട്രസ്റ്റിലാണെങ്കിൽ മോൾ അംഗമൊന്നും അല്ലല്ലോ എന്ന് പറയും. അത് അമ്മയെ അവിടുത്തെ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൽ കയറി വന്ന മരുമക്കൾ ആയിട്ടുള്ള കൊച്ചുമക്കളൊന്നും അതിനകത്തില്ല. ഞാനും നയനും നവിയൊന്നും അതിനകത്ത് അംഗങ്ങളല്ല എന്ന് പറയും. എന്തായാലും മോൾ അതിനകത്ത് അന്നിയോ ജാനകിയോ ഒക്കെ പറഞ്ഞ് എങ്ങനെയും അതിനകത്ത് കയറി അംഗമാകണം. എന്നാലേ മോള് പിരിഞ്ഞു പോരുന്ന കാലത്ത് നല്ലൊരു കോമ്പൻസേഷനൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് പോരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികയോട് രേവതി. അനന്തപുരിയിലേക്ക് പോരാനുള്ള ഒരുക്കത്തിലാണ് നന്ദു. അന്നേരം കനക അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എൻ്റെ നന്ദുട്ടാ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കും. അത് അമ്മേ, ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? കുളിയൊക്കെ കഴിഞ്ഞ് ശരിയാണ്, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരുന്നൊന്നും ഇഷ്ടമല്ല. കാരണം ഞാൻ അങ്ങോട്ട് വരുന്നത് അനാമികയ്ക്കും അതുപോലുള്ള പലർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരുന്നില്ലമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. അതൊന്നും സാരമില്ല, നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത് മൂർത്തി സാർ, അതുകൊണ്ട് നമുക്ക് പോയേ പറ്റത്തുള്ളെന്ന് പറയും. എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അമ്മയെന്ന് നന്ദു പറയുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. നിൻ്റെ ചേച്ചിയുടെ 7ാം മാസ ചടങ്ങല്ലേ നടക്കുന്നത്. അപ്പം നീ അതിനകത്തൊന്നും മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അനിമോനോട് വലിയ താല്പര്യത്തിനോ വർത്തമാനം പറയാനോ ഒന്നും പോകണ്ട. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവിടെ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ടാണ് കനക അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ എന്നാൽ പോയേക്കാന്നുള്ള പരുവത്തിൽ നിൽക്കുകയാണ് നന്ദു. അനി ആകെ ടെൻഷനിലാണ്. നന്ദു ഈ ഫംഗ്ഷന് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അനിക്ക് നന്ദുവിനെ വിളിക്കാനൊന്നും പറ്റുന്നുമില്ല. ആ സമയത്താണ് നയനെ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം നയനയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് ഈ ഫംഗ്ഷന് വരുന്നെന്ന്. അച്ഛനും അമ്മയും എന്തായാലും വരും അനി എന്ന് പറയും. അന്നേരം മടിച്ച് ആണേലും അനി ചോദിക്കുന്നുണ്ട്, നന്ദു വരത്തില്ലെന്ന്. നന്ദു വരുമായിരിക്കും, കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ അനി ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യം ചോദിക്കുകയോ കൂടുതൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് അനാമയ്ക്ക് ഇഷ്ടമില്ലെന്ന് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അന്നേരം അനി പറയും, നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഫ്രണ്ട്സിനെ ഒന്നും വിവാഹം കഴിച്ചെന്ന് പറഞ്ഞുള്ള പേരിൽ കളയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. അത് മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. നീ ഇപ്പം നന്ദുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. അതൊന്നും പറ്റത്തില്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ കൂട്ടുകാരിയല്ലേ കല്യാണി ചേച്ചിയായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കണമെന്ന് ഇവിടെ ആദർശേട്ടൻ പറഞ്ഞാൽ ചേച്ചി വേണ്ടെന്ന് വെക്കുമെന്ന് ചോദിക്കും. അതുപോലല്ലല്ലോ മോനെ ഇത്. ഞങ്ങൾ രണ്ടും പെൺകുട്ടികളല്ലേ. അതുപോലല്ല, നിങ്ങൾ ഒരാണും പെണ്ണുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ നിർത്തുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ ജീവിക്കുന്നവരുടെ ആഗ്രഹങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെ നോക്കി വേണം നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കാനെന്നൊക്കെയാണ് നയന പറഞ്ഞു കൊടുക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉപേക്ഷിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് അനി അവിടെ നിൽക്കുന്നത്. ഫംഗ്ഷന് വേണ്ടിയാണ് ദേവയാനി നന്നായിട്ടൊക്കെ ഒരുങ്ങുന്നൊക്കെയുണ്ട്. ആ സമയത്താണ് നയനെ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം നയന പറയും, അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന്. മോക്കും ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് ദേവയാനിയും പറയുന്നുണ്ട്. ആദർശേട്ടനും പറഞ്ഞായിരുന്നെന്ന് നയന പറയും. പിന്നെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു അമ്മ എടുത്ത് തന്ന സാരിയാണെന്ന്. നീ അങ്ങനെ പറഞ്ഞോ മോളെ എന്നൊക്കെ ചോദിച്ച് ആദ്യം ഒന്ന് വിരളുന്നുണ്ട് ദേവയാനി. അന്നേരത്തേന് നയനെ അങ്ങ് ചിരിക്കുക. എന്ന് പറയും, എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേനുള്ള
ഉടനെ നയന പറയും, അമ്മേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, അനിയുടെ പോക്ക് അത്ര ശരിയല്ല, അനി നന്ദുവിനെ തന്നെയാണ് ഓർത്തിരിക്കുന്നത്, അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദു പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്, അതൊക്കെ പിന്നീട് പ്രശ്നമാകില്ലേ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അനിയോട് സംസാരിക്കാം മോളെ, പക്ഷേ മോള് നന്ദുവിനോടൊന്ന് പറയണം കേട്ടോ എന്ന് പറയും. ഞാൻ പറയാം അമ്മേ, ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് വെച്ചൊക്കെ കാണുന്നുണ്ടോയെന്നും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്ന് നയന പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പോലീസ് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് നന്ദുവിനൊരു മോതിരം കിട്ടിയായിരുന്നു. അത് ഫ്രണ്ട്സ് മേടിച്ച് കൊടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അനി കൊടുത്തതാണോ എന്ന് അമ്മയ്ക്ക് സംശയമുണ്ടെന്ന് പറയും. എന്തായാലും ഞാനൊന്ന് അവളോട് സംസാരിക്കട്ടെ. ഞങ്ങൾ എന്തായാലും ഇനി നവിയേച്ചി അങ്ങ് പോയി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കകം അവൾ അങ്ങ് ട്രെയിനിങ്ങിന് പോകും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അതുവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കണ്ടേ ഇവരെ എന്നൊക്കെ പറയുന്നുണ്ട് നയന. ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, എന്തായാലും ഈ പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മകളെ വെറുക്കുന്ന അമ്മായിമ്മയുള്ള വീട്ടിലേക്കല്ലേ നമ്മളിപ്പോൾ പോകുന്നത്, മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മായിമ്മയുള്ള വീട്ടിലേക്കല്ലേ എന്ന് പറയും. അതേ ഗോവിന്ദേട്ടാ, എനിക്കും അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയും. ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങി വരുന്ന നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന്. അത് മോളെ, നയനയും ദേവയാനിയും കൂടെ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായല്ലോ മോളെ എന്ന് പറയും. അന്നത്തേന് നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഈ കാര്യത്തിൽ നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം ഏട്ടത്തി ഒരു നമ്പർ എൻ്റെ തന്നിട്ട് ഇത് ആരുടേതാണെന്നൊന്ന് നോക്കാനായിട്ട് പറഞ്ഞായിരുന്നു. അന്നേരം അത് ദേവയാനി എന്നുള്ള പേരിലുള്ള സിമ്മാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അന്നേരം തൊട്ടേ എനിക്ക് ഡൗട്ട് അടിച്ചതാ അമ്മായിയമ്മയ്ക്ക് മരുമോളോട് സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഇപ്പം നമുക്കത് കൺഫേം ആയില്ലേ എന്ന് ചോദിക്കും. അതേ മോളെ, പ്രായശ്ചിത്തക്കാവി വെച്ച് അന്ന് നയനമോളോട് പ്രായശ്ചിത്തം ചെയ്യുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്തത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. പിന്നീട് ആണെങ്കിൽ പബ്ലിക് പ്ലേസ് വെച്ച് അന്നേരം മരുമോക്ക് മുല്ലപ്പൂ മേടിക്കുന്നു, അത് തലയെ കുത്തി കൊടുക്കുന്നു. എന്തൊരു സ്നേഹപ്രകടനങ്ങളായിരുന്നു. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്നാ രണ്ടുപേരും വിചാരിച്ചിരിക്കുന്നു പറയും. എന്നാൽ ഇത് ആദർശേട്ടൻ അറിഞ്ഞ് കാണുമോ എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. ആദർശമോൻ അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയത്തില്ല. അതെല്ലാം കൂടെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴും ചില ട്രിക്കൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. മോളൊന്ന് കട്ടയ്ക്ക് കൂടെ നിന്നേക്കണം എന്ന് പറയും. അതിനെന്താ അമ്മേ, നമുക്കിതെല്ലാം പൊളിച്ചെടുക്കണം, അതിനുവേണ്ടി ഞാനും കൂടെ നിന്നേക്കാം. പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ സ്നേഹത്തിലായ കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കാനേ പോകണ്ടെന്ന് പറയും. പിന്നല്ല ചേച്ചി നമ്മളോട് ഇത്ര അഭിനയം കാഴ്ചവെക്കുമ്പോൾ നമ്മളും ഒട്ടും കുറയ്ക്കണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് അഭിനയിക്കാമെന്ന് പറയുന്നുണ്ട് നന്ദു. അന്നേരം ഗോവിന്ദനും അങ്ങ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ പലഹാരമൊക്കെ എടുത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. നവ്യ ഫംഗ്ഷന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി ഇരിക്കുകയാണ്. നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഒരുങ്ങി നിന്നപ്പോഴത്തേന്. അന്നേരം നയനെ അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ എന്നൊക്കെ പറയും. എങ്ങനെയുണ്ട് എൻ്റെ ഈ സാരി, എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ. അത് ഞാനാണോ പറയണ്ടേ എന്ന് പറയുന്നുണ്ട് നയന. അന്നേരം പറയും, എനിക്കറിയാം നീ നല്ലതായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഈ സാരി എനിക്ക് മേടിച്ചെന്നൊക്കെ എനിക്കറിയാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ലതാണെന്നൊക്കെ പറയും. അഭി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പറയും, അഭി മുല്ലപ്പൂ മേടിക്കാനാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പുറത്തോട്ട് പോയതാ. ശരിക്കും അവൻ ഏതോ പെണ്ണുങ്ങളെ കാണാൻ പോയതായിരിക്കും. ഇന്നെങ്കിലും ഇവിടെ പെരയ്ക്കകത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവൻ എന്താണെന്ന് അറിയത്തില്ല. അവന് കുറേ ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. അതെന്താണെന്ന് അറിയത്തില്ല. ഇനി ഞാൻ പോയി കഴിയുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം. എന്നെ ഇനിയും തിരിച്ച് വിളിച്ചുകൊണ്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാതിരിക്കാനൊന്നും പറ്റത്തില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കും, എല്ലാം ശരിയാക്കി എടുക്കാം നമുക്കെന്ന് നയനയും പറയും. എന്നിട്ട് പറയും, എന്നാൽ ചേച്ചി ഇരിക്കും, ഞാനെല്ലാം ഒന്ന് ഫൈനൽ ടച്ചൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ബാക്കി ആഭരണങ്ങളൊക്കെ നവിയെ അണിയിച്ച് നന്നായിട്ടൊക്കെ ഒരുക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൊണ്ട് ഹാപ്പിയാണ് മോളെ. പക്ഷേ അഭിയുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് തെറ്റ് പറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചിയെ കാണാൻ വളരെ നല്ല ഒരാൾ വന്നതല്ലായിരുന്നോ, ചേച്ചിയല്ലേ അത് വേണ്ടെന്ന് വെച്ചിരുന്നതെന്ന് ചോദിക്കും. അത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ മോളെ. പിന്നെ ആ കാര്യത്തിൽ ഇനി ഇപ്പം ഞാനതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും അത് പോയത് പോയി. ഇനി ആ കാര്യത്തിൽ ഇപ്പം മോൾക്ക് സന്തോഷമായല്ലോ, മോൾക്ക് അതുകൊണ്ട് നല്ലൊരു ജീവിതം
കിട്ടിയില്ലേ എന്നൊക്കെ നവ്യ നയനയോട് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോടുള്ള ആ വെറുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. ഇപ്പം നിനക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെയാണല്ലോ അമ്മായി ഇപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനയൊന്ന് വിരളുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറയും. എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളാണ്, നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, ഇതെല്ലാം ഇപ്പം അമ്മായി ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് താമസിയാതെ നിങ്ങൾ തമ്മിൽ ഒന്നാകുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേന് നയന ഒന്നുമല്ലാത്ത പട്ടിലങ്ങ് നിൽക്കുകയാണ്. ഇതൊന്നും അറിയത്തില്ലെന്നുള്ള പരുവത്തിൽ. ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവയാനി തന്നെ മുൻകൈ എടുത്ത് നടത്തുന്നുണ്ട്. എന്നിട്ട് ജലജയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മകൻ ഇപ്പോൾ ഈ സമയത്ത് എവിടെ പോയതാ? മുല്ലപ്പൂ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലെ മേടിച്ച് വെക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നു അവൻ അതിനൊന്നും അല്ലായിരിക്കും പുറത്തു പോയിരിക്കുന്നത്. അവൻ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് അവൻ ആഹാരത്തിന് മുമ്പ് ഇരിക്കുമ്പം പോലും അവൻ ശരിക്കും ആഹാരവും കഴിക്കുന്നില്ല, വേറെ ഏതോ ലോകത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് ജലജയും പറയുന്നുണ്ട്, ശരിയാ, അവൻ എന്തോ ടെൻഷൻ ഉണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറയും. എന്നാലും ഇതിപ്പം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറയും. നവ്യയുടെ വീട്ടുകാരിവിടെ വരുമ്പോഴത്തേന് അവൻ ഇവിടെ കാണേണ്ടതല്ലായിരുന്നോ, നീ ഒന്ന് നിൻ്റെ മകനെ ഒന്ന് ഉപദേശിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അതൊന്നും കേൾക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ജലജയ്ക്ക്. എന്നാലും പറയും, ഞാൻ പറയുന്നതിന് മുമ്പല്ലേ അവൻ പോയത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ പറയും. അപ്പോൾ അതിനിടെ കയറി പറയുന്നുണ്ട് ജാനകി, ഇനി നവ്യ പ്രസവിക്കാറായപ്പോഴത്തേന് നിൻ്റെ മകന് അവളോടങ്ങ് പ്രേമമായോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, പക്ഷേ അവൻ വേറെന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയതാണെന്നാ തോന്നുന്നെന്ന് പറയും ജലജ. മുത്തശ്ശൻ ആദർശിനോടും ജയനോടും പറയുന്നുണ്ട്, വിഷുവിന് നമ്മുടെ കടയിൽ ഭയങ്കര സെയിലായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളുടെ കൂടെ കടയിലേക്ക് അങ്ങ് വന്നാലോ എന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറയും. അന്നേരത്തേന് ആദർശും ജയനും ഒക്കെ പറയുന്നുണ്ട്, വേണ്ട, മുത്തശ്ശനെ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാൽ മതിയെന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട, പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു കൊതി കൊണ്ടൊക്കെയാണ് ഈ പറയുന്നറിയാം, പക്ഷെ ഞാനൊന്നും വിടത്തില്ല, ഇനി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയെന്നും പറയുന്നുണ്ട്. അന്നേരമാണ് നവ്യയും നയനയും അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം മുത്തശ്ശി നവ്യയെ നോക്കി പറയുന്നുണ്ട്, വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ മോൾ ഇന്നെന്ന്. അതെങ്ങനെയാ, കമ്പനിയിലെ ഏറ്റവും മികച്ച ഡിസൈനറല്ലേ ഇന്ന് ഒരുക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണെന്ന് ജയൻ ഉടനെ പറയും. അന്നേരത്തേന് അജയൻ പറയുന്നുണ്ട്, ഇവിടെ 2 പേര് രാവിലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന, പക്ഷേ നയനമോൾ നവ്യ ഒരുക്കിയിരിക്കുന്നതിൻ്റെ 7 അയലക്കത്ത് വരത്തില്ലല്ലോ ഇവരെ ഒരുക്കിയിരിക്കുന്ന കണ്ടാരെന്ന്. ചേച്ചി തന്നെ ഒരുങ്ങിയതായിരുന്നു അച്ഛാ, പിന്നെ ഞാനൊരു ഫൈനൽ ടച്ചപ്പൊക്കെ ചെയ്തെന്ന് മാത്രമേ ഉള്ളെന്ന് പറയും. എന്തായാലും മോളുടെ ടച്ചപ്പ് കഴിഞ്ഞപ്പം തന്നെ നവ്യ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന് നിൽക്കുന്ന ഇവർക്ക് അത്രയും പോരാ, നിങ്ങൾക്കും നയനമോളുടെ ഹെൽപ്പ് നോക്കിയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അജയൻ. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്കും ജാനകിക്കും ഒട്ടുമേ ഇഷ്ടപ്പെടുന്നില്ല. ജാനകി ഉടനെ ചോദിക്കുന്നുണ്ട്, അവൾ വരുവാന്ന് അന്തോന്ന്. അത് കേൾക്കുമ്പോഴത്തേന് നവ്യ ചോദിക്കുന്നുണ്ട്, അതിനെന്താ അവൾ വന്നാൽ, അവൾ എൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ 7ാം മാസ ചടങ്ങിന് അവളല്ലാതെ പിന്നെ ആര് വരുമെന്ന് ചോദിക്കും. അന്നേരത്തേനും മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, അതെന്ത് ചോദ്യമൊക്കെ ചോദിക്കുന്നത്, എന്തു വരണമെന്നുള്ള കാര്യം ഞാനാണ് ഗോവിന്ദനെ വിളിച്ച് പറഞ്ഞതെന്ന് പറയും. പിന്നെ അവർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞെന്ന് പറയും. അപ്പം മുത്തശ്ശി ഒരു ആഭരണ പെട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അതിനകത്ത് കുറേ സ്വർണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്വർണ്ണ പെട്ടി അതുപോലെ എടുത്ത് നവ്യയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, മോളെ, ഞാനിത് മോൾക്ക് തരാനായിട്ട് കരുതി വെച്ചിരുന്നതാ, ഇന്ന് മോള് പിടിച്ചോ എന്ന് പറഞ്ഞത് കൊടുക്കും. അത് കാണുമ്പോഴത്തേന് ജലജയുടെയൊക്കെ കണ്ണ് തള്ളുന്നുണ്ട്. ജാനകിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ ജലജ പറയുന്നുണ്ട്, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവളുടെ ഒന്നും ദേഹത്ത് സ്വർണ്ണമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇറങ്ങി പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ സ്വർണ്ണമായിട്ടാണല്ലോ ഇറങ്ങിപ്പോകുന്നത്. മുത്തശ്ശനത് ദേഷ്യപ്പെട്ട് ഉടനെ പറയുന്നുണ്ട്, പിന്നെ സ്വർണ്ണമെന്ന് പറയുന്നത് ഇട്ടുകൊണ്ട് പോകാനുള്ളതല്ലേ, അല്ലാതെ പെട്ടിക്കകത്ത് അടച്ചു വെക്കാനുള്ളതൊന്നും അല്ലല്ലോ, ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ കൊടുക്കാനും ഇടാനും ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ വർത്താനം ഒന്നും ഇവിടെ പറയരുതെന്ന് പറയും. എന്തായാലും പെട്ടി നിറച്ച് സ്വർണം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നവ്യ. അത് മേടിച്ച് കൈ പിടിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നവ്യ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.